നമസ്കാരം. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ക്ലീൻ നെല്ലിക്കുഴി പദ്ധതി അമ്പേ പരാജയമെന്ന ആരോപണം. പകർച്ചവ്യാധികൾ വ്യാപകമായിട്ടും മാലിന്യം നീക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടായില്ല എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ആലുവ മൂന്നാർ റോഡിന് സമീപം ഇരുമലപ്പടി പടിഞ്ഞാറേ കവലയിൽ മാലിന്യക്കൂമ്പാര രൂപപ്പെട്ടിട്ടുണ്ട്. ക്ലീൻ നെല്ലിക്കുഴി പദ്ധതിയുടെ ബോർഡുകൾക്ക് കീഴേ മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ട്. നെല്ലിക്കുഴി 314 റോഡിന് സമീപമുള്ള ബോർഡിന് താഴെയാണ് മാലിന്യം കാണപ്പെട്ടത്. നെല്ലിക്കുഴിയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴാണ് പൊതുസ്ഥലങ്ങൾ ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ക്ലീൻ നെല്ലിക്കുഴി പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നെയിം ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ യാതൊരു ഇടപെടലും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണവും ശക്തമാണ്. കഴിഞ്ഞ 2 വർഷം മുൻപ് ആശുപത്രിയിൽ നിന്നുള്ളത് ഉൾപ്പെടെ ലോഡ് കണക്കിന് മാലിന്യം സ്വകാര്യ വ്യക്തിയുടെ പാറമടയിൽ കണ്ടെത്തിയിട്ട് നാളിതുവരെ ആയിട്ടും നീക്കം ചെയ്യാനോ സംസ്കരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഈ മാലിന്യം നിക്ഷേപം നടത്തിയ വാർഡിലും പരിസര വാർഡുകളിലുമാണ് ഏറ്റവും അധികം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരം. 13ാം വാർഡിൽ ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. സ്ഥിതി ഇത്ര കണ്ട് ഗുരുതരമായിട്ടും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരം. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വിശദീകരണം ഇങ്ങനെ: 2 ഇടത്ത് മാലിന്യം നിക്ഷേപിച്ചതായി അറിവ് ലഭിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പറോട് ഇത് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും ഈ മാലിന്യം നീക്കം ചെയ്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാളെ തന്നെ ഇത് നീക്കം ചെയ്യും. മാലിന്യം നിക്ഷേപിച്ചവരിൽ നിന്നും പിഴ ഈടാക്കുന്നതിനും നടപടി സ്വീകരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് വിശദമാക്കി. M4 മലയാളം, നെല്ലിക്കുഴി.